ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെമ്മീൻ റോസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. 1/2 കിലോ കൊഞ്ചാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ഇതുകൂടെ ചേർത്ത് കൈവച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിരുന്ന നമ്മുടെ കൊഞ്ചു കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാമേ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാമേ. മീഡിയം സൈസിലുള്ള 2 സവാള കട്ട് ചെയ്തതാണ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു 6 വലിയ അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ്, ഒരു 2 പച്ചമുളക്. ഇവയെല്ലാം കൂടി ഒരുമിച്ച് തന്നെ നമുക്ക് പാനിലേക്ക് ചേർക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റി സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരില്ലേ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. വലിയ തക്കാളി കൊണ്ട് ഞാൻ പകുതിയാണ് എടുത്തേക്കുന്നത്, ചെറിയ തക്കാളി ആണെങ്കിൽ ഒന്ന് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇവയുടെ പച്ചമണം ഒന്നും മാറില്ല, അതുവരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കൊഞ്ചു കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഈ തേങ്ങാപ്പാലിൽ കൊഞ്ച് കിടന്ന് ഒന്ന് വെന്ത് വറ്റി നമുക്കൊന്ന് റോസ്റ്റായി കിട്ടത്തില്ലേ, ആ ഒരു പരുവത്തിൽ കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാമേ. നമ്മുടെ ചാറെല്ലാം നല്ലതുപോലെ കുറുകി നമ്മുടെ കൊഞ്ച് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൊഞ്ച് റോസ്റ്റല്ല, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.